കലോത്സവത്തിന് പ്രസംഗ മത്സരത്തിന് മത്സരിക്കാനായി പോകുന്ന വസു അവിടെ വെച്ച് തന്റെ പഴയകാല സുഹൃത്തായ ടീനയെ കാണുന്നു. ടീനയെ കണ്ട സന്തോഷത്തിൽ അവൾക്കടുത്തേക്ക് ചെല്ലുന്ന വസുവിനെ കണ്ട് ടീനയും ഗ്യാങ്ങും പേടിച്ചോടുന്നു. ഓട്ടത്തിനിടയിൽ സ്റ്റെപ്പിൽ തടഞ്ഞു വീഴുന്ന ടീനയെ വസു കൈപിടിക്കുമ്പോൾ ടീന എന്നെ വിടുന്നും പറഞ്ഞു കരയുന്നു. അങ്ങോട്ട് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാര്യം അന്വേഷിക്കുമ്പോൾ ടീന കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ പുറകെ ഓടി വന്നെന്നെ പിടിക്കാൻ നോക്കി, ബ്രദറിനെ കൊന്ന ആളാണെന്ന്. ഇത് വസുവിൽ നടുക്കമുണ്ടാക്കുന്നു. വസു ജുവനൈൽ ഹോമിൽ നിന്നാണെന്ന് അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓ അപ്പൊ തനിക്കോണം കാണിച്ചതാ അല്ലേ എന്നും പറഞ്ഞ് അവന്റെ ചെകിട തടിക്കുന്നു. അങ്ങനെ ട്രോമയിൽപ്പെട്ട വസു പ്രസംഗ മത്സരത്തിന് സ്റ്റേജിൽ കയറുമ്പോൾ അത് മുഴുമിപ്പിക്കാനാകാതെ കരഞ്ഞുകൊണ്ട് അവിടം വിട്ട് ഓടിപ്പോകുന്നു. തനിക്ക് വീട്ടിലേക്ക് പോവണ്ടെന്നും തിരിച്ചു ജുവനൈൽ ഹോമിലേക്ക് പോയാൽ മതിയെന്നും തനിക്ക് അവിടെയാണ് ഇഷ്ടമെന്നും താൻ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയെടുത്ത് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്ന വസു തന്നെ തിരിച്ചു കൊണ്ടുപോവാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് കെഞ്ചുന്നു. എന്നാൽ ഒരൊറ്റ തവണ മാത്രം വസു വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും വസു തിരികെ ചെല്ലുന്നതിനായി കാത്തിരിക്കുന്ന അമ്മ മീരയോട് താൻ ജുവനൈൽ ഹോമിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് വസു ഒരു വാക്ക് പറയണമെന്നും കൃഷ്ണകുമാർ അവനോട് പറയുമ്പോൾ വസു അതിന് സമ്മതിക്കുന്നു. തിരികെ വീട്ടിൽ ചെല്ലുന്ന വസു കാണുന്നത് തൊട്ടിലിൽ കിടക്കുന്ന ഒരു പുതിയ കുഞ്ഞിനെയാണ്, മീര പ്രസവിച്ച കുഞ്ഞിനെ. നിന്റെ അനിയന എന്ന് കുഞ്ഞിനെ ചൂണ്ടി മീര വസുവിനോട് പറയുമ്പോൾ നീ വേണം ഇവന് പേരിടാൻ, ഇവനെ നോക്കാൻ, സ്നേഹിക്കാൻ എന്നുകൂടി മീര അവനോടായി കൂട്ടിച്ചേർക്കുമ്പോൾ പരിഭ്രാന്തിയോടെ വസു വീടിനുള്ളിലേക്ക് ഓടുകയും അവിടെ മുഴുവൻ തിരയുകയും ഒടുക്കം പണ്ട് അപ്പുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങിൽ കുഞ്ഞിനുള്ള സമ്മാനം ആദ്യം താൻ തന്നെ കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ അവൻ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാതെ പോയ ആ പഴയ ഉടുപ്പ് അവൻ മുറിയിൽ നിന്ന് കണ്ടെത്തി അത് പുതിയ കുഞ്ഞിന് സമ്മാനിക്കുന്നു. ശേഷം വസു കുഞ്ഞിനെ സ്നേഹത്തോടെ അപ്പു എന്ന് നീട്ടി വിളിക്കുന്നു. ഈ നേരം കൃഷ്ണകുമാർ യാത്ര പോലും പറയാതെ വീട് വിട്ടിറങ്ങുന്നുവെങ്കിലും കാർ സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഓടുന്ന വസു കൃഷ്ണകുമാറിന് സ്നേഹത്തോടെ കൈവീശി കാണിക്കുകയാണ്. സിനിമ ഇവിടെയാണ് അവസാനിക്കുന്നത്. ആ സിനിമയ്ക്കപ്പുറം വർഷങ്ങൾക്ക് ശേഷമുള്ള വസുവിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. വർഷങ്ങൾക്ക് ശേഷം വസു വളർന്നു വലുതായി. വസു ഇന്ന് ആ പഴയ വീട്ടിലൊന്നുമല്ല താമസം. അവരിപ്പോൾ കുടുംബസമേതം ബാംഗ്ലൂരിലാണ്. അന്ന് ജുവനൈൽ ഹോമിൽ നിന്ന് വന്ന ശേഷം വസു തന്റെ അച്ഛനും അമ്മയ്ക്കും അപ്പുവിനുമൊപ്പം സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും സമൂഹം അവന് ആ സന്തോഷം കൊടുത്തതേയില്ല. സ്വന്തം അനിയനെ കൊന്ന ചേട്ടൻ എന്ന പേര് വസുവിനെ എല്ലായിടത്തും പിന്തുടർന്നു. പഠിക്കുന്ന സ്കൂൾ, ട്യൂഷൻ ക്ലാസ് തുടങ്ങി എല്ലായിടത്തും ഒളിഞ്ഞും മറിഞ്ഞും എല്ലാവരും വസുവിനെ കുറ്റപ്പെടുത്തി. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും വീടിനുള്ളിൽ അവനെ ഹാപ്പിയാക്കാൻ പരമാവധി എല്ലാവരും ശ്രമിച്ചു. മീരയും വിശ്വനാഥും മീരയുടെ അച്ഛനുമെല്ലാം അതിനായി കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ ഒരേ സമയം വസു വീടിനുള്ളിൽ സുരക്ഷിതത്വം അനുഭവിക്കുകയും വീടിന് പുറത്തു നിന്ന് ഒറ്റപ്പെടൽ നേരിടുകയും ചെയ്തു. ഇതെല്ലാം വസുവിനെ മോശമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മീരയാണ് ഒടുവിൽ വിശ്വനാഥനോട് പറയുന്നത് വസുവിന്റെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് പുതിയൊരു നാട്ടിലേക്ക് താമസം മാറി പോകാമെന്ന്. അങ്ങനെ ഇന്നവർ ബാംഗ്ലൂരിലാണ് താമസം. മീരയും വസുവും അപ്പുവും വിശ്വനാഥനും എല്ലാം ഉള്ള കുടുംബം ഇന്ന് സന്തോഷകരമായി മുൻപോട്ട് പോകുന്നു. വസു ഇന്ന് ബാംഗ്ലൂരിലെ പ്രശസ്തനായ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പു ബാംഗ്ലൂരിലെ തന്നെ പ്രശസ്തമായ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയറിന് പഠിക്കുന്നു. വിശ്വനാഥൻ ഇപ്പോൾ ജോലിയെല്ലാം നിർത്തി കുടുംബകാര്യങ്ങൾ നോക്കുകയാണ്. മീരയുടെ അച്ഛൻ 5-6 കൊല്ലം മുൻപാണ് മരണപ്പെട്ടത്. അപ്പുവും വസുവും തമ്മിലുള്ള സ്നേഹം ആരെയും മോഹിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഈയിടെയായി അപ്പുവിന്റെ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെയുണ്ട്. അവന്റെ സൗഹൃദങ്ങൾ പ്രശ്നമാണെന്ന പോലെ തന്നെയാണ് അവന് ലഹരിയോടുള്ള താല്പര്യവും. രണ്ടും അവനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന അപ്പു ഇങ്ങനെ വഴി തെറ്റിപ്പോകുന്നത് വസുവും മീരയും കുടുംബവും ഒന്നും ആദ്യം അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം അപ്പുവിന്റെ മുറിയിൽ നിന്ന് വസു ഡ്രഗ്സ് കണ്ടെത്തുന്നതോടെയാണ് പ്രശ്നം വഷളാകുന്നത്. ഈ പേരിൽ വസുവിനും മീരയ്ക്കും വിശ്വനാഥനും അപ്പുവുമായി വഴക്കിടേണ്ടി വരുന്നു. അതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങി പോകുന്ന അപ്പു നേരെ പോകുന്നത് കേരളത്തിലേക്കാണ്. നാടുമായി വലിയ ബന്ധമില്ലാത്ത അപ്പു കേരളത്തിലെ തന്റെ സുഹൃത്തായ നവിന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. ബാംഗ്ലൂരിൽ അപ്പുവിനോടൊപ്പം ഒന്നിച്ചു പഠിക്കുന്ന നവിൻ അവനെ
അവനെ പോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആണ്. നവീൻ നാട്ടിലെ അടഞ്ഞുകിടക്കുന്ന അവന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് അപ്പുവിനെ കൊണ്ടുപോകുന്നത്. എന്നാൽ അപ്പു എവിടെയാണ് എന്നറിയാതെ അവനായുള്ള അന്വേഷണത്തിലായിരുന്നു വസുവും വീട്ടുകാരും. ഒടുവിൽ ആ അന്വേഷണമാണ് നവീന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വസുവിനെയും വിശ്വനാഥനെയും എത്തിക്കുന്നത്. ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്ന വിശ്വനാഥനും വസുവും അപ്പുവിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നെങ്കിലും അവൻ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. നിരാശയോടെയാണ് അവർ അവിടെ നിന്ന് മടങ്ങുന്നത്. ഇതിനിടയിൽ ഒരു ദിവസം നവീനെയും അപ്പുവിനെയും ഡ്രഗ്സ് കൈവശം വെച്ച പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതറിഞ്ഞ വിഷുവും വസുവും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അവിടെ വെച്ച് വസു തന്റെ പഴയ കൂട്ടുകാരി ടീനയെ കാണുന്നത്. നവീൻ ടീനയുടെ അനിയനാണെന്ന് തിരിച്ചറിയുന്ന വസു ടീനയെ കണ്ട് ട്രോമയിൽ പെടുന്നു. വസുവിനെ തിരിച്ചറിഞ്ഞ ടീന പക്ഷേ അവനെ പരിചയമുള്ളതായി പോലും ഭാവിക്കുന്നില്ല. പക്ഷേ വസു അവളോട് മാന്യമായി തന്നെയാണ് ഇടപഴകുന്നത്. ടൗണിലെ ഡോക്ടറായി വർക്ക് ചെയ്യുന്ന ടീന തന്റെ അനിയൻ നവീനെയും വസു തന്റെ അനിയൻ അപ്പുവിനെയും ജാമ്യത്തിലെടുക്കുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിലെ SI റോഹൻ വസുവിനെ എളുപ്പത്തിൽ തിരിച്ചറിയുന്നു. അയാൾ ആദ്യമായി ജോലിക്ക് കയറിയ ഉടനെ തന്നെ വന്ന കേസാണ് വസുവിന്റെ അന്നത്തെ ആ കൊലപാതകം എന്നതുകൊണ്ട് തന്നെ അയാൾക്ക് വസുവിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ലായിരുന്നു. ആ കേസിനെ പറ്റി വസുവിന്റെ മുഖത്ത് നോക്കി റോഹൻ ചോദിക്കുന്നത് അപ്പു കേട്ടു. എന്നാൽ അങ്ങനെയൊരു മരണത്തെ പറ്റി ഇന്നേ വരേക്കും കേട്ടറിവില്ലാത്ത അപ്പു അത് കേട്ട് അത്ഭുതപ്പെടുന്നു. തിരികെ അപ്പുവിനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുന്ന വസുവും വിശ്വനും പഴയ കേസിനെ പറ്റി അപ്പു അറിഞ്ഞതിൽ ഭയപ്പെടുന്നു. തിരികെ ബാംഗ്ലൂരിലെത്തിയ അപ്പു ഡ്രഗ്സ് മൂലം തെറ്റിയ തന്റെ മനോനിലയിൽ തന്റെ അനിയനെ കൊന്ന പേരിൽ വസുവിനോട് ഉടക്കുന്നു. ഇത്രയും വലിയൊരു ക്രൈം ചെയ്തയാൾ തന്നെ നിയന്ത്രിക്കാൻ വരേണ്ട കാര്യമില്ല എന്നായിരുന്നു അപ്പുവിന്റെ വാദം. അപ്പുവിന്റെ ഈ പെരുമാറ്റം മീരയെ ആഴത്തിൽ വേദനിപ്പിക്കുന്നു. വസു ഇതെല്ലാം കേട്ട് മാനസികമായി വിഷമിക്കുന്നു. അതിനിടയിലാണ് വസുവിന് ടീനയുടെ കോൾ വരുന്നത്. പണ്ടത്തെ തന്റെ യൂത്ത് ഫെസ്റ്റിവലിൽ വെച്ചുണ്ടായ പെരുമാറ്റം വസുവിന് വിഷമമുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണമെന്നും വസുവിനെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കണ്ടപ്പോൾ താൻ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചുവെന്നും അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ താൻ സൈലന്റായി പോയതെന്നുമൊക്കെ ടീന പറയുന്നു. മാത്രമല്ല പണ്ട് താൻ വസുവിനെ കണ്ട് പേടിച്ചോടിയതിന്റെ പിറ്റേ ദിവസം തന്നെ സൈക്കോളജിസ്റ്റ് കൃഷ്ണകുമാർ തന്നെ കാണാൻ വന്നെന്നും വസു എന്തുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നും സത്യത്തിൽ വസു നിരപരാധിയാണെന്നുമൊക്കെ കൃഷ്ണകുമാർ തന്നോട് തുറന്നു പറഞ്ഞെന്നുമൊക്കെ ടീന പറയുന്നു. ടീനയ്ക്ക് തന്റെ പ്രവൃത്തിയിൽ കുറ്റബോധമുണ്ടായെന്നും വസുവിനോട് സോറി പറയാൻ ആഗ്രഹിച്ചെന്നും എന്നാൽ വസു പുതിയൊരു സ്കൂളിലേക്ക് പഠിത്തം മാറിപ്പോയപ്പോൾ ആ സോറി അന്ന് പറയാൻ പറ്റിയില്ലെന്നും ടീന വെളിപ്പെടുത്തുന്നു. അങ്ങനെ വസുവും ടീനയും അധികം വൈകാതെ തന്നെ നല്ല സുഹൃത്തുക്കളായി മാറുന്നു. ചൈൽഡ് സൈക്കോളജിസ്റ്റ് കൃഷ്ണകുമാർ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും വസുവിന് എന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ട്. ഇതിനിടയിൽ അപ്പു കൂടുതൽ വഷളായി വരികയായിരുന്നു. അപ്പു അവന്റെ വീട്ടിലും നവൻ അവന്റെ വീട്ടിലും തടങ്കലിൽപ്പെട്ട അവസ്ഥയായി. ഡ്രഗ് കിട്ടാതെ വന്ന അപ്പു വയലന്റായി വന്നപ്പോൾ അവൻ നിരന്തരം വസുവിനെ കുറ്റപ്പെടുത്തി തുടങ്ങി. അനിയനെ കൊന്നവൻ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ വസുവിനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പുവിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. അങ്ങനെ അപ്പുവിനെയും നവിനെയും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ വസുവും ടീനയും തീരുമാനിക്കുന്നു. ടീന നാട്ടിലെ തന്നെ മികച്ച ഡി അഡിക്ഷൻ സെന്ററിൽ നവിനെ കൊണ്ടുപോകുന്നു. അപ്പുവിനെ ബാംഗ്ലൂരിലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവാനായി വസുവും വിശ്വനാഥനും മീരയും ശ്രമിക്കുന്ന രാത്രിയിലാണ് അപ്പു വയലന്റ് ആകുന്നതും കയ്യിൽ കിട്ടിയ ഹാർമർ എടുത്ത് മീരയുടെ തലയിൽ അടിക്കുന്നതും. ചോര വാർന്ന് നിലത്ത് കിടക്കുന്ന മീരയെ കണ്ട് അപ്പു പാനിക് ആവുന്നു. ഉടനെ തന്നെ മീരയെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മാത്രം ഒരു വൻ ദുരന്തത്തിൽ നിന്ന് മീര രക്ഷപ്പെടുന്നു. സ്വന്തം പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നിയ അപ്പു സ്വമേധയാ ഡി അഡിക്ഷൻ സെന്ററിൽ പോവാൻ തയ്യാറാകുന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ തനിക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും താൻ കാരണം തകർന്നു പോകുമെന്ന് അപ്പു ഭയപ്പെടുന്നു. മാസങ്ങൾക്ക് ശേഷം ഇന്ന് അപ്പു ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് പുറത്തു വരികയാണ്. അവനിപ്പോൾ പൂർണ്ണമായും ഡ്രഗ്സിൽ നിന്ന് മോചിതനായിരിക്കുന്നു. അവനിപ്പോൾ വസുവിനോടോ വസു ചെയ്തെന്ന് പറയുന്ന അനിയന്റെ മരണത്തിനോടോ ഒന്നും തന്നെ ദേഷ്യമില്ല. അപ്പു ഇപ്പോൾ നോർമലാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് പുറത്തു കടക്കുന്ന അപ്പുവിനെ കൂട്ടാനായി മീരയും വസുവും വിഷ്ണുമെല്ലാം ഉണ്ട്. ഒപ്പം ടീനയും അനിയൻ നവിനുമുണ്ട്. ടീനയും വസുവും തമ്മിൽ വിവാഹിതരാകാൻ പോവുകയാണെന്ന വാർത്ത അപ്പു അവിടെ വെച്ചാണ് അറിഞ്ഞത്. നവിൻ ഇപ്പോൾ ലഹരി ഉപയോഗമെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ചു. വിഷ്ണുവും മീരയുമെല്ലാം ഹാപ്പിയാണ്. വസുവിനെ കണ്ട അപ്പു സന്തോഷത്തോടെയാണ് ചേട്ടനെ ചെന്ന് കെട്ടിപ്പിടിച്ചത്. വസുവിനും ആ നിമിഷത്തിൽ സന്തോഷം കൂടി. വസു അപ്പുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു.
അങ്ങനെ അവരെല്ലാം സന്തോഷകരമായ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. തിരിച്ചു മടങ്ങും വഴി കാറിലിരിക്കുന്ന അപ്പുവിന് ഡി അഡിക്ഷൻ സെന്ററിലെ ഒരു ദിവസം ഓർമ്മയിൽ വരുന്നു. ഡി അഡിക്ഷൻ സെന്ററിൽ ഇരിക്കുന്ന അപ്പുവിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. അത് മീരയുടേതാണ്. കത്ത് വായിക്കുന്ന അപ്പു അമ്മയുടെ അപ്പുവിന്. അമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം വസുവിനോടാണെന്ന് പറഞ്ഞാൽ അപ്പുവിനത് മനസ്സിലാകുമെന്ന് അമ്മയ്ക്കറിയാം. കാരണം അത് അപ്പുവിനും അറിയാം. പക്ഷെ അപ്പുവിനറിയാത്ത ഒരു കുഞ്ഞു രഹസ്യം കൂടി അമ്മ പറയാം. വസുവിനെ അമ്മയല്ല പ്രസവിച്ചത്. വസു വന്നത് അമ്മയുടെ വയറ്റിൽ നിന്നുമല്ല. പക്ഷേ വസു നമ്മുടെ അപ്പയുടെ മോനാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെയും. അമ്മ പ്രസവിച്ച കുഞ്ഞിനോട് അറിഞ്ഞുകൊണ്ട് വസു അങ്ങനെയൊരു തെറ്റ് ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം. കാരണം വസു എൻ്റെ കുഞ്ഞാണ്. ഇപ്പോൾ നിന്റെ ചേട്ടനും. അമ്മയ്ക്ക് പൊറുക്കാൻ പറ്റുമെങ്കിൽ അപ്പുവിനും പൊറുക്കാം. കാരണം വസു നിന്റെ മാത്രം ചേട്ടനാണ്. അപ്പുവിൻ്റെ ഓർമ്മകളിൽ ആ വരികൾ നിറയുന്നു. അവൻ്റെ ഹൃദയത്തിൽ വസുവിനോടുള്ള സ്നേഹം നിറയുന്നു. അവരിനി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്.